സംവത്സരത്തിന് പേരിൽ പൊളിച്ച റോഡുകൾ ഗതാഗതയോഗ്യമാക്കി തരിക. പഞ്ചായത്ത് അധികൃതർ നീതി പാലിക്കുക. കോൺട്രാക്ടർ ഒഴിവാക്കി കോൺട്രാക്ടർ പറഞ്ഞുവിടുക. പഞ്ചായത്ത് മെമ്പർമാർ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. പൊളിഞ്ഞ റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക. ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പൗരസമിതിയുടെ നേതൃത്വത്തിൽ വൻ മാർച്ചും ധർണയും നടന്നു. എരുമേലി വെൺകുറിഞ്ഞി മാടത്തുംപടി 15 കവല റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്ത് പടിക്കലേക്ക് വ്യാഴാഴ്ച രാവിലെ 10:30 മാർച്ചും ധർണയും നടന്നു. ധർണ അഡ്വക്കേറ്റ് ബിനോയ് മങ്കത്താനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമുക്കറിയാം, ഒരു വർഷത്തെ കോൺട്രാക്റ്റിൽ റോഡ് പണി 4,31,00,000 രൂപയ്ക്ക് കോൺട്രാക്ട് പിടിച്ചു. ഒരു വർഷത്തിനുള്ളിൽ പണി തീർക്കേണ്ടതായിരുന്നു. അതിൽ 1,01,00,000 രൂപ മേടിച്ച് പോക്കറ്റിൽ ഇട്ടേച്ച് എന്താ ചെയ്തത്? ഈ നാട്ടിലെ മുഴുവൻ റോഡും ടാറിങ്ങുണ്ടായിരുന്നു. റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ച് ഓലക്കുളം മാത്രമല്ല കുളമാക്കിയത്. മാടത്തിൻപടി കുളമാക്കി, വെൺകുറിഞ്ഞി കുളമാക്കി, 15 കവല കുളമാക്കി, സർവത്ര കുളമാക്കി കാശ് മേടിച്ച് പോക്കറ്റിട്ടു. എന്നിട്ട് കഴിഞ്ഞ മാസം 23-ാം തീയതി മഹാനായ കോൺട്രാക്ടർ കൊണ്ട് ഹൈക്കോടതിയിൽ 371 നമ്പരായി ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുക. ആ റിട്ട് ഹർജിയിലെ ആവശ്യം ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്ന ലോക്കൽ ഗവൺമെന്റ് പഞ്ചായത്തിനെ 1-ാം പ്രതിയാക്കി, പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിനെ 1-ാം പ്രതിയാക്കി, എഞ്ചിനീയറെ 2-ാം പ്രതിയാക്കി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ 3-ാം പ്രതിയാക്കി 6 പ്രതികളെ ചേർത്ത് കേസ് കൊടുത്തിരിക്കുക. 2 ആവശ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എനിക്ക് കിട്ടാനുള്ള ബാക്കി പൈസ എന്ന് പറയുന്നത് ഇതുവരെയുള്ളത് 22 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് കിട്ടാനുള്ളതെന്നാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഈ 22 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു കിട്ടണം. ഈ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാം. 22 ലക്ഷം രൂപ തിരിച്ചു കിട്ടാത്തതിന്റെ, നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ പണികൾ മോണിറ്റർ ചെയ്യുന്ന 3 അധികാരികളാണുള്ളത്. ഒന്ന് ജില്ലാതലത്തില് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേതൃത്വത്തിലുള്ള ഒരു സമിതി മോണിറ്റർ ചെയ്യും. 2 സ്റ്റേറ്റ് ക്വാളിറ്റി മോണിറ്റർ എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട്. അങ്ങനെ സ്റ്റേറ്റ് ക്വാളിറ്റി മോണിറ്റർ ചെയ്തപ്പോൾ വിത്തിലിടേണ്ട അടുത്ത് വിത്തിലിടാതെ റോഡിലെ മണ്ണ് മാറ്റിവെച്ച് കൈകൊണ്ട് വിത്തിന് വെക്കുന്ന പോലെ, അപ്പത്തൂക്കൾ ഇടുന്നത് പോലെ ഊരേലും അവിടെ ഇവിടെ ഓരോ വിത്തിന് വെച്ചിട്ട് ഇത് വിറ്റലിക്കുക, ഇതാണ് വിറ്റലിംഗ് എന്ന് പറഞ്ഞ് അവിടെ റിപ്പോർട്ട് കൊടുത്തു. സ്റ്റേറ്റിൽ നിന്നുള്ള മോണിറ്റർമാർ വന്ന് റിപ്പോർട്ട് കൊടുത്തു. ഈ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് 3 വർഷങ്ങൾ പിന്നിടുന്നു. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കേണ്ട റോഡ് 3 വർഷങ്ങളായിട്ടും കാൽനട യാത്രികർക്ക് പോലും നടന്നു പോകാൻ വയ്യാത്ത അവസ്ഥയിലെത്തി ഈ റോഡ്. ഈ പ്രദേശങ്ങളിലെല്ലാം 100 കണക്കിന് കുടുംബങ്ങളാണ് വസിക്കുന്നത്. പ്രായമായവരും രോഗികളും സ്കൂൾ കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് സഞ്ചാരയോഗ്യമല്ലാത്ത ഈ റോഡ് പണി മൂലം കഷ്ടത അനുഭവിക്കുന്നത്. ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിയെ കിലോമീറ്റർ ദൂരം കാൽനടയായി ചുമന്നുകൊണ്ടുപോകുന്ന അവസ്ഥയാണിപ്പോൾ. ഇരുചക്ര വാഹനങ്ങളും മറ്റു ചെറുവാഹനങ്ങളും മിക്കവാറും അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറുന്നു. ഈ റോഡ് പണി പൂർത്തീകരിക്കാൻ താമസം, കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈൻ സ്ഥാപിച്ചവരുടെയും റോഡ് കോൺട്രാക്ടറുടെയും അനാസ്ഥയും അധികാരികളുടെ വടംവലിയുമാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്നും പഞ്ചായത്തല്ല സംസ്ഥാന സർക്കാരാണ് നിർമ്മാണ പ്രവർത്തികൾ ചെയ്യേണ്ടതെന്നും റോഡിന് സ്ഥലം കണ്ടെത്തിക്കൊടുക്കുക മാത്രമാണ് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് DK ജെയിംസ് പറഞ്ഞു. വെൺകുറിഞ്ഞി മാരടങ്കവല 15 കവല റോഡ് 3 കൊല്ലം മുമ്പ് പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതി പ്രകാരം ഏറ്റെടുക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിനോട് 6 മുതൽ 8 മീറ്റർ വരെ വീതിയിൽ ഈ റോഡ് വികസിപ്പിക്കുന്നതിനുള്ള സഹായം ചെയ്തതാണെന്നും 8 മീറ്റർ വീതിയിൽ വികസിക്കണം എന്ന് പറയുന്നു. വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്ത് ഒരു പ്രമേയം പാസാക്കി 8 മീറ്റർ വീതിയിൽ ഈ റോഡ് നിർമ്മിക്കുന്നതിന് ഉള്ള ആവശ്യമായ വീതി എടുത്തു കൊടുക്കാമെന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നടപ്പാക്കുന്ന പ്രോഗ്രാം ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്ന പഴയ DRDയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കത്ത് കൊടുത്തു. അതും പ്രകാരം ആ റോഡ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ 3 സ്ഥലങ്ങളിൽ 8 മീറ്റർ വീതിയില്ല എന്നും ചിലരുടെ മതിലുകൾ പൊളിക്കണമെന്നും ആവശ്യപ്പെടുകയും മതിൽ പൊളിക്കുന്നതിന് ഈ ബന്ധപ്പെട്ട കക്ഷികൾ തടസ്സം നിൽക്കുകയും അതിന് പോലീസ് കേസും മറ്റു കാര്യങ്ങളും വന്നപ്പോൾ
ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് അവരുടെ യോഗം വിളിച്ചു, ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു, സന്ധി സംഭാഷണങ്ങൾ നടത്തി. എന്നിട്ടും അതിന് ആ 3 കക്ഷികൾ അതിന് അനുമതി തന്നില്ല. ഞങ്ങൾ ബലമായി തന്നെ പോയി ആ റോഡിനെ വീതി കൂട്ടി റോഡ് കൈമാറിയിട്ടുണ്ട്. ഈ റോഡിന്റെ പണി ആരംഭിച്ചപ്പോൾ അതിൽ നിന്ന് ഉടലെടുത്തതാണ് പുതിയ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ജലജീവൻ പദ്ധതി പ്രകാരം പുതിയ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി റോഡിൽ പുതിയതായി പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടതായിട്ട് വരും. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ലക്ഷങ്ങളുടെ തുക ഞാൻ ഓർക്കുന്നില്ല, ലക്ഷങ്ങൾ വേണം എന്ന് പറഞ്ഞ് അത് അടൂർ പ്രോജക്ട് ഡിവിഷനാണ് അതിന്റെ പരിപാടികൾ. കൊല്ലമളയിലെ ജലജീവനത്തിന്റെ വാട്ടർ അതോറിറ്റിയുടെ പരിപാടികൾ നടത്തുന്നത് അടൂർ പ്രോജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കീഴിലാണ്. അപ്പൊ അവരതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി പണം കൈമാറാൻ പറഞ്ഞു. പണം കൈമാറി. അപ്പൊ ഈ റോഡ് നിർമ്മാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ച ഭാഗം എന്ന നിലയിൽ റോഡ് നിർമ്മാണം ഈ റോഡ് അപ്പോൾ ജലജീവന് വേണ്ടി അടൂർ പ്രോജക്ട് ഡിവിഷന് കൈമാറി. അവര് ആ പണി നടത്തുകയും പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പണി പൂർത്തീകരിക്കുകയും ചെയ്തത് വാസ്തവത്തിൽ ഇതിന് ഗ്രാമപഞ്ചായത്തിന്റെ ചുമതല എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു സന്ധി ചെയ്തു കൊടുക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ നടപ്പാക്കേണ്ട കാര്യമാണ്. MP ഫണ്ടിൽ നിന്നല്ല, പ്രധാനമന്ത്രി സടക്ക് യോജന പ്രകാരം 60% പണമാണ് റോഡിന് വേണ്ടി ലഭിക്കുന്നത്. ബാക്കി 40% ഫണ്ട് സംസ്ഥാന സർക്കാരിന്റെ കൂടെ വിഹിതമായതുകൊണ്ടും അത് നടപ്പാക്കേണ്ട ഏജൻസിയും എഞ്ചിനീയറിംഗും സംസ്ഥാന സർക്കാരിന്റെ ആയതുകൊണ്ടും വാസ്തവത്തിൽ ഇത് സ്പീഡിൽ നടപ്പാക്കുക എന്നുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൽ ആണ് ഇഷ്ടമായത്. ഗ്രാമപഞ്ചായത്തുകൾ റോഡിന് ടെൻഡർ ചെയ്യുന്നില്ല, അല്ല ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം കൊടുക്കണമെന്ന് പറയുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഗ്രാമപഞ്ചായത്തിന് ആവശ്യമായ വീതി എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ 8 മീറ്റർ വീതി വെൺകുറിഞ്ഞിൽ നിന്ന് തുടങ്ങുന്ന ഇടം മുതൽ 15 ജംഗ്ഷൻ വരെയുള്ള എല്ലാ ഭാഗങ്ങളിലെയും വീതി എടുത്തു കൊടുത്തു. പല ഭാഗങ്ങളിലായി ആൾക്കാർക്ക് അഭിപ്രായഭിന്നത ഉണ്ടായിരുന്നു. അതൊക്കെ സമരവും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട മധ്യസംഭാഷണങ്ങളൊക്കെ നടത്തി പൂർണ്ണമായി ബലമായി എടുത്തു കൊടുക്കേണ്ട ബോർഡ് ബലമായിട്ട് എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ പട്ടികയിലേക്ക് നടത്തുന്ന വെറും ജനങ്ങളെ, ആ വന്നുകൂടിയിരിക്കുന്ന ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിലാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. നടപ്പാക്കേണ്ടത് പഞ്ചായത്ത് അല്ല, നടപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പ്രോഗ്രാം ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്ന പഴയ DRDOയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് നടപ്പാക്കേണ്ടത്. അതിന് ഏതെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. അവരുടെ എഞ്ചിനീയർമാരാണ് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാരനെ പറ്റിയും ഞങ്ങൾക്ക് അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ കരാറുകാരനാണ് ഏറ്റവും കൂടുതൽ താമസിച്ചത്. കാലതാമസം എങ്ങനെ ഉണ്ടാക്കാൻ സൃഷ്ടിക്കപ്പെടുന്ന തക്കവണ്ണോട് കരാറുകാരനെ ഉണ്ടായിട്ടുണ്ട്, അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ കരാറുകാരനെ മറ്റു വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഈ റോഡ് പണി തീർത്ത് ഫിനിഷ് ചെയ്തേക്ക് പോകാമായിരുന്നു. അതിനുശേഷം പൈപ്പ് ലൈൻ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ റോഡ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിന് കൂടുതൽ പണം അടച്ച് ഇതൊക്കെ റീസ്റ്റോർ ചെയ്യുന്നതിനുള്ള പണം അടച്ച് അവർ പൈപ്പ് ലൈൻ ഇടുന്നതും മറ്റു കാര്യങ്ങളുണ്ട്. മുക്കൂട്ടുതറയിൽ നിന്ന് എരുമേലി വരെ ബിറ്റ്വീൻ മക്കാട് കോൺക്രീറ്റ് ചെയ്ത് BMBC ചെയ്ത റോഡ് സൈഡിലൂടെ കട്ട് ചെയ്ത് വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ ഇട്ടു. ആ റോഡ് പണിയുന്നതിന് അതിനുശേഷം അതിനുള്ള പണം അടച്ചാൽ എന്ന് പറഞ്ഞ പോലെ ആവശ്യത്തിനനുസരിച്ച് ഇത് ചെയ്താൽ വെള്ളത്തിൽ ആൾക്കാർക്ക് വാട്ടർ കണക്ഷനോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ചെയ്തത്. ഇപ്പൊ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തുന്ന സമരം എന്ന് പറയുന്നത് വെറും പ്രഹസനമാണ്. വെറുതെ വ്യക്തിപരമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും നടത്തുന്ന സമരം എന്ന് പറഞ്ഞ് കോമണം സൃഷ്ടിക്കാനാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ടോമി കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാരവാഹിയും കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ ഭാരവാഹിയുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ MLA ആണ് റാന്നിയുടെ MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണ. ഇദ്ദേഹത്തോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ മന്ത്രിയാണ് റോഷൻ അഗസ്റ്റിൻ. റോഷനഗസിന്റെ കയ്യിലാണ് ജലജീവനും വാട്ടർ അതോറിറ്റിയും ഇരിക്കുന്നത്. വാട്ടർ അതോറിറ്റിക്കാരായിരുന്നു എത്രയും പെട്ടെന്ന് അവർ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് മറ്റു കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇലക്ട്രിസിറ്റി മുഴുകാറുള്ള ലൈൻ മാറണം എന്ന് പറഞ്ഞത് മാറി, പണമടച്ചു. അതുപോലെ തന്നെ ടെലിഫോൺകാർക്ക് ചില വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ സമരം നടത്തുന്നതിന് ഞാൻ ഇന്നിപ്പോൾ MLA നേരിട്ടൊന്ന് വിളിച്ചു നോക്കി. അദ്ദേഹം ഫോൺ എടുത്തില്ല. അദ്ദേഹത്തിന്റെ അറിവുണ്ടോ എന്നൊന്നും അറിയണമായിരുന്നു. അദ്ദേഹത്തിന്റെ പോലും അറിവില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സമരം മറ്റ് ലക്ഷ്യങ്ങളോടുകൂടി അവിടെ തട്ടിക്കുന്ന BHML ഞങ്ങൾ ബലമായി റോഡ് വീതി കൂട്ടാൻ ചെന്നപ്പോൾ അന്ന് എതിർ നിന്നവരാണ് പല മുഖങ്ങളും ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ വിളിക്കുന്നത്. അത് കൊടുക്കേണ്ട മറ്റു കാര്യങ്ങളാണ്. അതില്ലെങ്കിൽ പോലും 6 മീറ്റർ ഉണ്ടെങ്കിൽ പോലും ഈ റോഡ് അങ്ങനെ നടന്നു പോകും എന്ന് പറഞ്ഞ പല മുഖങ്ങളാണ് ഇന്ന് ഈ സമരത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയുന്നു, റോഡ് പൊളിച്ച് റീസ്റ്റോർ ചെയ്യുന്ന സാഹചര്യത്തിലുള്ള ആ ജനങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. അവർക്ക് ചെറിയ വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, 2 വീലർ കൊണ്ടുപോകാൻ പറ്റുന്നില്ല.
രാവിലെ പശുവിനെ കറന്നാൽ യഥാസമയം അവിടെ മിൽമയിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും വാഹനം ഓടിച്ചു കൊണ്ടാൻ പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഇതാണ്. ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്, ഈ റോഡ് പണി അനാസ്ഥ ഉണ്ടായാൽ ഞങ്ങൾ കളക്ടറേറ്റ് പണിക്കൽ പോയി ഞങ്ങൾ സമരം ചെയ്യുന്നതിന്, ഒരു ദിവസത്തെ നിരാഹാരം ഇരിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിനോടൊപ്പമാണ് ആ ജനങ്ങൾ നിൽക്കേണ്ടത്. ഗ്രാമപഞ്ചായത്ത് ടെൻഡർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതൊന്ന് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയോ മറ്റു കാര്യങ്ങൾക്കൊന്നും ചെയ്യാത്ത അവസ്ഥയാണ്. ഗ്രാമപഞ്ചായത്തിനോട് റോഡ് ചോദിച്ചു, 8 മീറ്റർ വീതിയാക്കി ആ റോഡ് സംസ്ഥാന സർക്കാരിന് കൈമാറി, BRDAക്ക് കൈമാറി അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനിശ്ചയമായി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഇതിനെതിരെ ചെയ്യുന്ന സമരം ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ പ്രതീകാത്മകമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ എന്ന് പറഞ്ഞാൽ പോലും സന്ദേശ നമ്മുടെ വകുപ്പാണ്. അവർക്ക് ഏതെങ്കിലും കേരള ഗവൺമെന്റിന്റെ ഏതെങ്കിലും സ്ഥാപനത്തിന് മുമ്പിലായിരുന്നു ചെയ്യേണ്ടത്, നേരിട്ട് ഭരിക്കപ്പെടുന്ന സ്ഥാപനത്തിന് മുമ്പിലായിരുന്നു, അല്ലെങ്കിൽ ആ റോഡ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറക്കണമെന്നും റോഡിന്റെ പണികൾ പൂർത്തീകരിക്കണമെന്നും ഇതൊരു നാടിന്റെ ജനകീയ വിഷയമാണെന്നും പൗരസമിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പൗരസമിതി കൺവീനർമാരായ ടോമി പറക്കുളങ്ങര, ജോസ് പുളിക്കൽ, സാബു ഒലക്കുളം, രതീഷ്, സുഭദ്ര എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമേലി.